അസ്സലാമു അലൈക്കും. റഫാസ് കിച്ചൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെള്ളനാരങ്ങ അച്ചാർ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്ത നാരങ്ങ അരിഞ്ഞ് ഞാൻ ഉപ്പിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇഞ്ചി ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 10 പച്ചമുളക് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പഴുത്ത പച്ചമുളക് എടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. പച്ചമുളകിന് പകരം കാന്താരി ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. വലിയ 2 കുടം വെളുത്തുള്ളി ഞാനും തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ആ ചീൻചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് എടുത്ത് വെച്ചിരുന്ന ഇട്ട് കൊടുക്കാം. ഇനി ആ പച്ചമുളകിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഇത്രയും പച്ചമുളക് ചേർത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടിയും 1/2 സ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങയെല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 4 സ്പൂൺ വിനാഗിർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ നാരങ്ങ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മൾ നാരങ്ങയെല്ലാം നല്ല തിളച്ചിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം തിളച്ചത് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് മാത്രം ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ആ വിനാഗറിൻ്റെ ഗ്രേവി മതി. അപ്പോൾ നമ്മളുടെ വെള്ളനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ നാരങ്ങ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് അമർത്തുക. അസ്സലാമു അലൈക്കും. ഇനി നല്ലൊരു ഡിഷുമായി നാളെ കാണാം ഇൻഷാ അല്ലാഹ്.